ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അസം അതിർത്തികളില്ലാത്ത അവസരങ്ങളുടെ കേന്ദ്രവും ദക്ഷിണേഷ്യ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കവാടവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള കരട് നയത്തിൽ പ്രതികരണം തേടി സിബിഎസ്ഇ. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ഒരു മാസം നീണ്ട മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. പുണ്യസ്നാനം നടത്തിയത് 64 കോടിയിലേറെ പേർ. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി പൂജകൾക്ക് തുടക്കമായി. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കന്നി കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഫൈനൽ പോരാട്ടം വിദർഭയ്ക്കെതിരെ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ ബാഗേശ്വർ ധാമിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സംബന്ധിക്കും. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ള അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വിവാഹിതരാകുന്ന 251 പെൺകുട്ടികളിൽ 225 പേരോളം ഗോത്രവർഗ്ഗ, ദളിത്, പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. നവദമ്പതികൾക്ക് രാഷ്ട്രപതി ആശംസകൾ അർപ്പിക്കും. അസം അതിർത്തികളില്ലാത്ത അവസരങ്ങളുടെ കേന്ദ്രവും ദക്ഷിണേഷ്യ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കവാടവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിഴക്കൻ ഇന്ത്യയുടെ ഉൽപാദന ഹബ്ബായി മാറാനിടയുള്ള അസമിന്റെ സാധ്യതകൾ രാജ്യത്തെ വ്യവസായ സംരംഭകർ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗുവാഹത്തിയിൽ അഡ്വാൻറ്റേജ് അസം 2.0 നിക്ഷേപക അടിസ്ഥാന സൌകര്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മേഖലയുടെ വികസനത്തിനായി സർക്കാർ നിരന്തരം പരിശ്രമിച്ചു വരികയാണെന്ന് വ്യക്തമാക്കി. ഗുവാഹത്തിയിലെ റെയിൽവേ ഭൂമിയിൽ ഒരു നൂതന ഐടി ഹബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി പൂജകൾക്ക് തുടക്കമായി. ഉത്തർപ്രദേശിലെ വാരാണസിയിലെ കാശി വിശ്വനാഥ ധാം ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. മഹാശിവരാത്രിക്ക് കാശിയിൽ പ്രത്യേക ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഗുജറാത്തിൽ സോമനാഥ് മഹാദേവ ക്ഷേത്രം, ദ്വാരകയിലെ നാഗേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിൽ ധാരാളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ തന്നെ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമാണ്. കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവാലയ ഓട്ടം ഇന്നലെ ആരംഭിച്ചു. ആലുവ, മണപ്പുറം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ശിവരാത്രി വാവുബലി തർപ്പണത്തിന് സജ്ജമായി. ഇതോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. മഹാകുംഭമേള 2025 ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. മഹാശിവരാത്രി ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ സ്നാനത്തിനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 13 ആരംഭിച്ച മഹാകുംഭമേളയിൽ 64 കോടിയിലേറെ പേരാണ് പങ്കെടുത്തത്. ഇന്നലെ മാത്രം 1.24 കോടി പേർ ത്രിവേണി സംഗമത്തിൽ സ്നാനം നിർവഹിച്ചു. ചടങ്ങുകളുടെ അവസാന ദിനമായ ഇന്ന് കർശന സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. മേള നടക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. മഹാശിവരാത്രി കണക്കിലെടുത്ത് സ്റ്റേഷനിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. യാത്രക്കാർക്ക് ടിക്കറ്റുകൾ വാങ്ങാൻ സ്റ്റേഷന് പുറത്ത് പ്രത്യേക ഇടം ഒരുക്കിയിട്ടുണ്ട്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. रेलवे स्टेशन पर महाशिवरात्रि के अवसर पर विशेष व्यवस्था की गई है. होल्डिंग एरिया बना है स्टेशन से बाहर. वहां पर सभी पैसेंजर्स आके टिकट लेते हैं. टिकट लेने के बाद लाइन में एक व्यवस्थित तरीके से अंदर प्लेटफॉर्म की तरफ जाते हैं. स्पेशल गाड़ियां भी चल रही है. इसके अलावा जितनी जरूरत होगी उस हिसाब से चलाएंगे. മഹാകുംഭമേള ഭക്തർക്കായി ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് റെയിൽവേ 350-ലധികം ട്രെയിനുകൾ സർവീസ് നടത്തും. മഹാശിവരാത്രി സ്നാനത്തിന് ശേഷം അധിക ട്രെയിനുകൾ സർവീസ് നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബംഗാൾ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളം തീർത്ഥാടകർ പുണ്യസ്നാനത്തിനായി എത്തിയിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ മെഡിക്കൽ സേവനങ്ങളും ലഭ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി കോയമ്പത്തൂരിലെത്തി. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ അടക്കമുള്ള ബിജെപി നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. കോയമ്പത്തൂരിലെ പാർട്ടി കാര്യാലയം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഈശ സെന്ററിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
അടുത്ത അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള കരട് നയത്തെക്കുറിച്ച് സിബിഎസ്ഇ പ്രതികരണം തേടി. കരട് നയത്തിൽ 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷകൾ ആദ്യഘട്ടം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയും രണ്ടാം ഘട്ടം മെയ് മാസത്തിലും നടത്താനും സിബിഎസ്ഇ നിർദ്ദേശിച്ചു. അടുത്ത മാസം 9 മുൻപ് പ്രതികരണം സമർപ്പിക്കണം. ആദ്യഘട്ടത്തിലെ ഫലം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ രണ്ടാം ഘട്ടം എഴുതിയാൽ മതിയാകും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 2 ശുപാർശകളെ തുടർന്നാണ് കരട് നയം വികസിപ്പിച്ചതെന്ന് സിബിഎസ്ഇ കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിന് വീണ്ടും ബ്ലൂ ഫ്ളാഗ് പദവി. തുടർച്ചയായ 5ാം തവണയാണ് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് ലഭിക്കുന്നത്. ഫൌണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷനാണ് ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ളാഗ് പദവി നൽകുന്നത്. ശുദ്ധമായ ജലം, പരിസര ശുചിത്വം, സുരക്ഷ, പരിസ്ഥിതി പഠനങ്ങൾ തുടങ്ങിയ 33ഓളം ശുചിത്വ പരിചരണ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ബ്ലൂ ഫ്ളാഗ് പദവി നൽകുന്നത്. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ഇന്ന്. അർദ്ധരാത്രി മുതൽ നാളെ രാത്രി 12 മണിവരെയാണ് ഹർത്താൽ. ഈ ദിവസം സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ലെന്ന് സമരസമിതി അറിയിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഫൈനലിൽ വിദർഭയെയാണ് നേരിടുക. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരം ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. വമ്പന്മാരുടെ കരുത്തോ IPL താരങ്ങളുടെ തിളക്കമോ ഇല്ലാതെ പൊരുതാനുറച്ച മനസ്സ് മാത്രം ആയുധമാക്കി മുന്നേറിയവരാണ് കേരളം. വൻമരങ്ങളെ വീഴ്ത്തിയുള്ള ആ കുതിപ്പിന് കിരീടം തൊടാൻ ഇനി വിദർഭയുടെ വെല്ലുവിളി കൂടി അതിജീവിക്കണം. കഴിഞ്ഞ 7 വർഷത്തിനിടെ 4ാമത്തെ ഫൈനൽ കളിക്കുന്ന വിദർഭ ഗ്രൂപ്പ് ഘട്ടത്തിലെ 7 കളികളിൽ 6ഉം ജയിച്ചവരാണ്. രഞ്ജിയിൽ 3ാം കിരീട നേട്ടമാണ് അവരുടെ ലക്ഷ്യം. അതും സ്വന്തം തട്ടകത്തിൽ മിന്നും താരങ്ങളുടെ ബലത്തിൽ. ക്വാർട്ടറിൽ ജമ്മുവിനെയും സെമിയിൽ കൊമ്പന്മാരായ ഗുജറാത്തിനെയും മറികടന്നെത്തുന്ന കേരളത്തിന് ഈ ഫൈനൽ പുതുചരിതമാണ്. ത്രില്ലും സസ്പെൻസും നിറച്ചായിരുന്നു കടമ്പകൾ ഓരോന്നും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും കൂട്ടരും താണ്ടിയത്. സൽമാൻ, നിസാർ അടക്കമുള്ള കേരള താരങ്ങൾ റെഡിയായി കഴിഞ്ഞു. പേശി വലിവ് കാരണം ഓൾറൌണ്ടർ അഹമ്മദ് ഇബ്രാഹിം കളിച്ചേക്കില്ല. പകരം ബേസിൽ തമ്പി കളത്തിലുണ്ടാകും. 6 മുൻ ചാമ്പ്യന്മാരെ മറികടന്നെത്തിയ കേരളം നാഗ്പൂരിലെ പൊള്ളുന്ന വെയിലിൽ മറ്റൊരു ചാമ്പ്യനെ കൂടി വീഴ്ത്തി കപ്പടിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. പാകിസ്ഥാനിൽ നടക്കുന്ന ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ പോരാട്ടം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ആദ്യ മത്സരങ്ങളിൽ തോറ്റ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഗ്രൂപ്പ് ബിയിൽ അവസാന സ്ഥാനത്താണ്. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. അതിനിടെ ഇന്നലത്തെ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം തുടർച്ചയായ മഴ കാരണം ഉപേക്ഷിച്ചു. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. ഐ-ലീഗ് ഫുട്ബോളിൽ തുടർ ജയവുമായി ഗോകുലം കേരള. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ഐസ്വാൾ FCയെയാണ് ഗോകുലം കേരള തോൽപ്പിച്ചത്. 16 മത്സരത്തിൽ നിന്ന് 25 പോയിന്റുള്ള ഗോകുലം പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തി. രാജ്യത്തെ പഴങ്ങൾ, പച്ചക്കറികൾ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ പരമ്പരാഗത വിത്തുകളുടെയും സമഗ്രമായ ഡാറ്റാബേസ് തയ്യാറാക്കി അവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പരമ്പരാഗത വിത്തിനങ്ങൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വിത്തുകൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭാരതീയ ബീജ് സഹകാരി സമിതി ലിമിറ്റഡിന്റെ തുടർച്ചയായ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡിന് കീഴിൽ ആകെ 10 ലക്ഷം കോടിയിലധികം രൂപയുടെ വായ്പകൾ നൽകിയതായി കേന്ദ്ര ധനമന്ത്രാലയം. ഇത് 7,72,00,000 കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ കാർഷിക സാമഗ്രികൾ വാങ്ങുന്നതിന് കർഷകരെ സഹായിക്കുന്ന ഒരു ബാങ്കിംഗ് ഉൽപ്പന്നമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. KCC വഴി പ്രതിവർഷം 7% പലിശ നിരക്കിൽ 3 ലക്ഷം വരെ ഹ്രസ്വകാല കാർഷിക വായ്പകൾ നൽകുന്നു. വായ്പകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 3% ഇളവ് ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അസം അതിർത്തികളില്ലാത്ത അവസരങ്ങളുടെ കേന്ദ്രവും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കവാടവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള കരട് നയത്തിൽ പ്രതികരണം തേടി CBSE. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ 1 മാസം നീണ്ട മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. പുണ്യസ്നാനം നടത്തിയത് 64 കോടിയിലേറെ പേർ.
ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി പൂജകൾക്ക് തുടക്കമായി. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഫൈനൽ പോരാട്ടം വിദർഭയ്ക്കെതിരെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.